ഹലോ ഗൈസ്, ഒരു സോക്സ് ഉണ്ടെങ്കിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ഷാർക്കാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. മിനിമം വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണേ. ഞാൻ നാട്ടിലായതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒറ്റ സോക്സേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഇന്ന് ഈ ഒരു സോക്സ് വെച്ചിട്ടാണ് എൻറ്റയർ ക്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ആദ്യം നമ്മളിത് അതുപോലെ സോക്സിൻ്റെ വലുപ്പം അനുസരിച്ച് ഒരു ഔട്ട്ലൈൻ വരച്ചെടുക്കണം. ഷാർക്കിൻ്റെ ബോഡി, 3 വിങ്സ്, പിന്നെ ഒരു ടെയിൽ, ഇത് 3 വേണ്ടത് കേട്ടോ. വളരെ കുഞ്ഞു സോക്സ് ആണെങ്കിലും നടക്കില്ല കേട്ടോ. എൻ്റെ ഇതൊരു മീഡിയം സോക്സ് ആണ്, ആംഗിൾ ലെങ്ത് സോക്സ് ആണ്. അത് വെച്ചിട്ടാണെങ്കിൽ പോലും നമുക്ക് ഒപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഔട്ട്ലൈനിങ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇതിനെയൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം കേട്ടോ. മുറിച്ചെടുക്കുന്ന നേരത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നന്നായിട്ട് സോക്സിനെ ഹോൾഡ് ചെയ്യണം. അല്ലെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ഒരേ കറക്റ്റ് അളവിൽ വന്നോളണം എന്നില്ല കേട്ടോ. എൻ്റെ സോക്സിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ടെയിലിൻ്റെ സ്ഥലത്ത് ഒരു ഇത്തിരി ഡിസൈൻ ഉണ്ട് കേട്ടോ. എൻ്റെ ഈ ഒറ്റ സോക്സേ ഉണ്ടായുള്ളൂ, അതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഡിസൈൻ ഇല്ലാത്തത് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലത് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാ ഭാഗങ്ങളും ഓരോന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സൂചി നൂലും കൊണ്ടുള്ള പ്രയോഗമാണ് കേട്ടോ. എല്ലാം കൈത്തുന്നാണ്. ആദ്യം നമ്മൾ ബോഡീനെ എടുക്കുക, റിവേഴ്സ് ചെയ്യുക, തുന്നാൻ തുടങ്ങാം. ബോർഡറിൽ കൂടെ നമുക്ക് എൻഡ് ടെയിൽ വരെ തുന്നാം, പക്ഷേ എൻഡിൽ ഒരു ഇത്തിരി സ്പേസ് വിടണം കേട്ടോ. നമുക്ക് പിന്നീട് അതിൻ്റെ പഞ്ഞി നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഞാൻ ഫോളോ ചെയ്ത സ്റ്റിച്ച് പാറ്റേൺ കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ ഫോളോ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ ഊരിപ്പോരില്ല. നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഞാൻ ഡബിൾ സ്റ്റിച്ച് ചെയ്തേ, ഒരേ സ്ഥലത്ത് കൂടെ തന്നെ പിന്നെയും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ കാണുന്ന പോലെ ഇത്രയും തുന്നി എടുത്തിട്ടുണ്ട്, പക്ഷേ ടെയിലിൻ്റെ ഭാഗത്ത് ഒരു ഇത്തിരി സ്പേസ് വിട്ടിട്ടുമുണ്ട് കേട്ടോ. ഇതേ സെയിം പ്രൊസീജിയറിൽ നമുക്ക് അതിൻ്റെ വാലും തുന്നിയെടുക്കാം കേട്ടോ. ആദ്യം റിവേഴ്സ് ചെയ്യുക, എന്നിട്ട് തുന്നാൻ തുടങ്ങുക സൈഡ് ബോർഡേഴ്സ് എല്ലാം. പക്ഷേ അതിൻ്റെ ആ ഒരു ടെയിൽ ജോയിൻ ചെയ്യുന്ന ആ സ്ഥലത്ത് മാത്രം സ്പേസ് വെക്കണം നമുക്ക് പിന്നീട് പഞ്ഞി നിറയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ എല്ലാ ബോർഡേഴ്സിലും 2 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഇത്തിരി കൂടി ബലത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. സെയിം രീതിയിൽ നമ്മളിത് 3 വിങ്സും തുന്നിയെടുക്കുന്നുണ്ട് കേട്ടോ. ബോർഡേഴ്സ് മാത്രം സ്പേസ് വിടണം കേട്ടോ പഞ്ഞി നിറയ്ക്കാൻ. അപ്പം അങ്ങനെ നമ്മുടെ തുന്നൽ പണിയും കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾക്ക് ഓരോന്നിനെയും മറച്ച് റിവേഴ്സ് ചെയ്ത് എടുക്കാം. എന്നിട്ടാണ് നമ്മുടെ അടുത്ത പ്രൊസീജിയർ പഞ്ഞി നിറയ്ക്കൽ കേട്ടോ. പിന്നെ നമ്മൾ ഈ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് വളരെ നന്നായിട്ട് ഫുൾ കോർണേഴ്സും ഒക്കെ ഒന്ന് റിവേഴ്സ് ചെയ്യാൻ നോക്കണേ. എന്തെങ്കിലും ഒരു പെന്ന് വെച്ചിട്ടൊന്ന് ഉള്ളിൽ കൂടെ തള്ളി കൊടുത്താൽ കുറച്ചും കൂടി നന്നായിട്ട് റിവേഴ്സായി കിട്ടും കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നിറയ്ക്കുമ്പോൾ നന്നായിട്ട് ഫിൽഡായിട്ട് നിന്നോളൂ കേട്ടോ. ടെയിലിൻ്റെ ഭാഗം ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ്, കാരണം അതങ്ങനെ റിവേഴ്സായി കിട്ടാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്കിലും നമ്മൾ മടിക്കാതെ നന്നായിട്ട് റിവേഴ്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാത്രമേ അത് നന്നായി പൊന്തി നിൽക്കുള്ളൂ കേട്ടോ. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഫില്ലിംഗ് ആണ്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പഴയ എൻ്റെ ഡോളിൻ്റെ പഞ്ഞികൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു സാധനമാണ്, പഞ്ഞിയാണ്. അതിനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫില്ല്
ചെയ്യുമ്പോൾ ഫില്ലിങ് നന്നായിട്ട് അമർത്തി ഓരോരോ ചെറിയ ചെറിയ പോർഷൻസ് എടുക്കുമ്പോഴും അമർത്തി ഫില്ല് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. എല്ലാ കോർണറിലും നന്നായിട്ട് അത് ഫിൽഡ് ആവേണ്ടതെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ മാത്രമേ നല്ല സോഫ്റ്റായിട്ട് നിൽക്കുള്ളൂ കേട്ടോ. കുറച്ചായിട്ട് ഫില്ല് ചെയ്താൽ മതി. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് എല്ലാത്തിനും നമുക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ഇനി ജോയിൻ ചെയ്യുന്ന സമയത്ത് ടെയിലിൻ്റെ ഭാഗത്തിന് മാത്രം ഇത്തിരി ആ ഒരു ടെയിലിനെ മടക്കി ഇതിൻ്റെ ബോഡി പാർട്ടിലേക്ക് ഒന്ന് പുഷ് ചെയ്തിട്ട് വേണം നമ്മൾ തുന്നി കൊടുക്കാൻ കേട്ടോ. ഒരിക്കൽ തുന്നുന്ന സമയത്ത് നമ്മൾ സാധാ തുന്നു കൊടുത്താൽ മതി. പിന്നീട് വേണമെങ്കിൽ ഒന്ന് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി വേണമെങ്കിൽ ഒരു റൗണ്ടും കൂടി കൊടുക്കാം കേട്ടോ. ഇനി 3 വിങ്സും കൂടി തുന്നിയെടുക്കാം കേട്ടോ. 2 വിങ്സ് മുകളിൽ 1 വിങ് താഴെ. വിങ്സൊക്കെ തുന്നുന്ന സമയത്ത് നമ്മൾ ചുറ്റിക്കൂടെ ഇതങ്ങനെ ചുറ്റി ഒരു 2 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്ത് അവസാനം ഒരു നോട്ട് ഇട്ടാൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ. കണ്ടില്ലേ, നമ്മുടെ ഷാർക്കിൻ്റെ ഓൾമോസ്റ്റ് പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചില്ലറ കണ്ണ് വെക്കണം, വായ വെക്കണം, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. മിനുക്ക് പണികൾ അത്രേ ബാക്കിയുള്ളൂ കേട്ടോ. മെയിൻ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ കണ്ണിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. കണ്ണിന് വേണ്ടിയിട്ട് നമ്മൾ നൂലിൻ്റെ സൈഡിലൊരു നോട്ട് ഇടുക. എന്നിട്ട് സൂചീനെ കൊണ്ടൊരു 4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എത്രയാണ് നമുക്ക് ഉള്ളിലേക്ക് വേണോ അത്രയാണ് വലിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് എന്താ വെച്ചാൽ കണ്ണ് ഒട്ടിക്കാൻ കുറച്ചും കൂടി എളുപ്പമായി കിട്ടും കേട്ടോ. എൻ്റെ കയ്യിൽ കണ്ണുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പട്ടാണി കടല വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ കണ്ണിൻ്റെ ഭാഗത്തിന് വേണ്ടിയിട്ട് കേട്ടോ. അടുത്തത് നമുക്ക് ഇതിനൊരു വായ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സാധാ മെഡിക്കൽ മാസ്കിംഗ് ടേപ്പ് എടുക്കുക. അതിനെടുത്ത് പകുതിയിൽ നിന്ന് മടക്കിയിട്ട് നമുക്ക് വായൻ്റെ ഷേപ്പിൽ മുറിച്ചെടുക്കാം കേട്ടോ.
മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന് വായ തുന്നണം. വായ തുന്നാനാണ് ഞാൻ പ്രിഫർ ചെയ്യണത്. കാരണം വരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതങ്ങോട്ട് ചിലപ്പോൾ സ്പ്രെഡ് ആവാനോ വെള്ളത്തിലൊക്കെ കൊണ്ടാൽ പിന്നെ മായാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പം ബെറ്റർ നമ്മൾ നൂലും സൂചിയും എടുത്തിട്ട് തുന്നി കൊടുക്കുന്നതാണ്. പക്ഷേ ഈ തുന്നുന്ന സമയത്ത് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഒട്ടലില്ലേ അതിങ്ങനെ പുറത്തേക്കും വരും. അപ്പോൾ നമുക്ക് ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ എങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സിഗ്സാക്കായിട്ട് തുന്നിയെടുക്കാം. ഇനി ഇതേ സാധനം ഇതേ രീതിയിൽ നമുക്ക് ഷാർക്കിൻ്റെ വായിലേക്ക് തുന്നിപ്പിടിപ്പിക്കാം കേട്ടോ. നമ്മൾ ഡയറക്റ്റ് ഇതിനെ വായിലേക്ക് തുന്നിപ്പിടിപ്പിക്കാൻ നോക്കിയാൽ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് തുന്നി കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഒന്ന് തുന്നിയെടുത്ത് പിന്നെ ബാക്കി ഇതിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഷാർക്കിൻ്റെ വായിലേക്കും തുന്നി കൊടുക്കണം. സുന്ദരിക്ക് ഒരു പൊട്ടുകുത്തൽ എന്ന് പറഞ്ഞ പോലെ അവസാനം നമുക്ക് ആ കണ്ണിൻ്റെ ഭാഗത്ത് ഒരു കൃഷ്ണമണിയും കൂടി വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ആർക്ക് വേണമെങ്കിലും എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഷാർക്കാണ് കേട്ടോ ഇത്. സോക്സ്, സൂചി നൂല്, പിന്നെ വായയ്ക്ക് വേണ്ടിയിട്ടുള്ള മാസ്കിംഗ് ടേപ്പ്, ഇത്രയൊക്കെ ആവശ്യമുള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എനിക്കൊരു ഗ്രേ ഹാർട്ട് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഭയങ്കര ഹാപ്പി ആവും കേട്ടോ. ഇനിയൊരു ഫോട്ടോഷൂട്ടായാലോ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഗൈസ്. ടാറ്റാ.